എല്ലാ അമൃത TV പ്രേക്ഷകർക്കും മിഡിൽ ഈസ്റ്റ് പനോരമയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ പനോരമ കാഴ്ചയിൽ മരുഭൂമിയെ മലർവാടിയാക്കുന്ന ഒരു കർഷകൻ. ക്യാമറ കണ്ണുകൾ പകർത്തിയ കവർച്ചയുടെ കാഴ്ചകൾ. കോമിക് പുസ്തകങ്ങളും കഥാപാത്രങ്ങളുമായി കോമിക്കോൺ മേള. സുചിരമൂഷിരെ വർഷിതം എന്നതിനർത്ഥം മരുഭൂമിയെ നിരന്തരമായി നനയിക്കുക എന്നും, സുചിരമൂഷിരെ കർഷിതം എന്നതിനർത്ഥം മരുഭൂമിയെ നിരന്തരമായി ഉഴുതുമറിക്കുക എന്നുമാണ്. രണ്ടുകൊണ്ടും ഫലസിദ്ധി ഉണ്ടാകുകയില്ല എന്നാണ് പഞ്ചതന്ത്രത്തിൽ പറയുന്നത്. എന്നാൽ സുചിരമൂഷിരെ വർഷിതം കൊണ്ടും സുചിരമൂഷിരെ കർഷിതം കൊണ്ടും ഫലസിദ്ധി ഉണ്ടാകും എന്ന് തെളിയിക്കുകയാണ് ഗൾഫിലെ ഒരു പ്രവാസി മലയാളി. കൊല്ലം ജില്ലയിലെ CP വിജയൻ മരുഭൂമിയെ ഹരിതാഭമാക്കിയാണ്, മരുഭൂമിയെ മലർവാടിയാക്കിയാണ് ചെയ്യുന്നത്. ഇദ്ദേഹത്തിന്റെ ഫാമിൽ നിന്ന് നമുക്ക് പലതും കാണാനും മനസ്സിലാക്കാനുമുണ്ട്. ഇപ്പോൾ പോകാം അല്ലയിലെ CP വിജയന്റെ ഫാമിലേക്ക്. മധ്യപൂർവേഷ്യയിലെ അറേബ്യൻ മരുഭൂമി ലോകത്തിലെ തന്നെ വരണ്ട മരുഭൂമികളിലൊന്നാണ്. കൃഷിയൊന്നും ചെയ്യാതെ, പച്ചപ്പ് വളരാതെ വെറും മണൽത്തിട്ടകളായി കിടക്കുന്ന ഭൂഭാഗം. ഈ മരുഭൂമിയിൽ എവിടെയെങ്കിലുമൊക്കെയുള്ള മരുപ്പച്ചകൾ മാത്രം ആശ്രയിച്ചു കഴിഞ്ഞ ഒരു ജനവിഭാഗമായിരുന്നു അറബികൾ. ഇവിടെ പെട്രോൾ കണ്ടെത്തുന്നവരെ. പെട്രോൾ ഡോളർ ഒഴുകിയതോടെ അറേബ്യ സമ്പൽ സമൃദ്ധമായി. എങ്കിലും ഇവിടുത്തെ മരുഭൂമികൾ വരണ്ടു തന്നെ കിടന്നു. പച്ചപ്പ് കാണാത്ത ഊഷരമായ മരുഭൂമികൾ. UAE എന്ന ഒരു രാഷ്ട്രം ഉടലെടുത്തപ്പോൾ ഇതിന്റെ പിതാവ് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ ഊഷരമായ ഈ മരുഭൂമിയെ ഹരിതാഭമാക്കാൻ അശ്രാന്തമായ പരിശ്രമങ്ങളാണ് നടത്തിയത്. കാർഷിക വൃത്തിക്ക് അദ്ദേഹം ഏറെ പ്രാധാന്യം നൽകി. രാഷ്ട്രപിതാവിന്റെ പ്രോത്സാഹനത്തിൽ പ്രചോദിതനായി ഒരു മലയാളി അല്ലയിൽ കാർഷിക വൃത്തി തുടങ്ങി. കൊല്ലം സ്വദേശി വിജയൻ പിള്ള. അത് ചെറിയ തുടക്കമായിരുന്നില്ല. ഏക്കർ കണക്കിന് നിലത്താണ് കൃഷി ആരംഭിച്ചത്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറായിരുന്ന വിജയൻ പിള്ള UAEയിലെത്തിയത് 4 പതിറ്റാണ്ടുകൾക്ക് മുമ്പ്. യാദൃച്ഛികമായാണ് മരുഭൂമിയിൽ കാർഷിക വൃത്തി തുടങ്ങുന്നത്. എഞ്ചിനീയറിംഗ് ജോലി വിട്ട് കാർഷിക വൃത്തിക്ക് തയ്യാറായ വിജയൻ പിള്ളയ്ക്ക് സഹായിയായി എത്തിയത് ധനാഢ്യനായ സ്പോൺസർ. അദ്ദേഹം പാട്ടത്തിന് നൽകിയത് ഏക്കർ കണക്കിന് നിലം മാത്രമായിരുന്നില്ല, കൃഷി തുടങ്ങാനുള്ള പണവും കടമായി നൽകി. കൃഷിയിൽ മുൻപരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. ഏതെങ്കിലും സർവകലാശാലകളിൽ നിന്നും കാർഷിക വിഷയത്തിൽ ബിരുദവും നേടിയിരുന്നില്ല. കാർഷിക വൃത്തി അറിയാവുന്നവരും കൂടെ ഉണ്ടായിരുന്നില്ല. എങ്കിലും ആത്മവിശ്വാസം കൂട്ടിലുണ്ടായിരുന്നു. ഈ മരുഭൂമിയെ നല്ല ഒരു കൃഷിനിലമാക്കി മാറ്റാമെന്ന ആത്മധൈര്യം. ആത്മധൈര്യത്തിൽ വൻതോതിലുള്ള കൃഷി ആരംഭിച്ചു. വിജയൻ പിള്ള മണ്ണിനെ സ്നേഹിച്ചപ്പോൾ മണ്ണും വിജയൻ പിള്ളയെ സ്നേഹിക്കാൻ തുടങ്ങി. അതൊരു പാരസ്പര്യമായിരുന്നു. ഊഷരമായ മണ്ണിനെ വിജയൻ പിള്ള തൊട്ടത് കൈകൊണ്ട് മാത്രമല്ല, മനസ്സുകൊണ്ടുമായിരുന്നു. അദ്ദേഹം പ്രേമത്തോടെ ഈ മണ്ണിനെ തൊട്ടു, തലോടി, നനച്ചു. മണ്ണ് വിജയൻ പിള്ളയെയും സ്നേഹിച്ചു. പിള്ളയ്ക്ക് വേണ്ടിയത് ഈ കാണുന്ന സൗഭാഗ്യം അത്രയും നൽകി. ഇന്ന് വിജയൻ പിള്ളയുടെ കൃഷിയിടം അറബികൾക്ക് പോലും ഒരു വിസ്മയമാണ്. നിറയെ കായ്കനികൾ വിളഞ്ഞു നിൽക്കുന്ന പച്ചക്കറി തോട്ടം. UAE സർക്കാരിൽ നിന്നും ഏറെ പ്രോത്സാഹനങ്ങളും പുരസ്കാരങ്ങളും ഇത് നേടിയിട്ടുണ്ട്. ഇവിടെ എത്തിയാൽ നമ്മൾ ഒരു മരുഭൂമിയുടെ നടുവിലാണ് നിൽക്കുന്നതെന്ന് വിശ്വസിക്കാനാവുകയില്ല. എവിടെയും പച്ചപ്പ്, നട്ടുച്ച നേരത്തും ചൂടേയില്ല, മനം കവരുന്ന കുളിർമ. ഈ കാഴ്ചയും കുളിർമയും ആസ്വദിക്കാൻ ഓരോ അവധിക്കാലത്തും ആയിരങ്ങളാണ് വിജയൻ പിള്ളയുടെ ഫാമിലെത്തുന്നത്. ഊഷരമായ മരുഭൂമികൾ കണ്ട് കണ്ണും മനസ്സും തളരുമ്പോൾ പച്ചപ്പിന്റെ മനോഹാരിതയെ ആസ്വദിക്കാൻ എത്തുന്നവർ. ഓരോ വെള്ളിയാഴ്ചകളിലും
നൂറുകണക്കിന് ആളുകൾ കൗതുകത്തോടെ ഫാമിലെത്തുമ്പോൾ വിജയൻ പിള്ളയ്ക്ക് ആ ദിവസത്തെ കൃഷിക്കാര്യങ്ങൾ നോക്കാൻ കഴിയില്ല. പക്ഷേ സന്ദർശകർ ഫാമിൽ ചുറ്റിക്കറങ്ങുമ്പോൾ വിജയൻ പിള്ളയ്ക്ക് അതൊരിക്കലും ഒരു ശല്യമല്ല. ഇത് തികച്ചും ഒരാനന്ദമാണെന്ന് അദ്ദേഹം പറയുന്നു. കാണാനെത്തുന്നവർ കൗതുകത്തോടെയാണ് ഇവിടെ എത്തുന്നതെന്നും ഇത് കാണുമ്പോൾ തങ്ങളും ഇതേപോലെയുള്ളതല്ലെങ്കിലും തങ്ങളുടെ ടെറസിന് മുകളിലും വില്ലകൾക്ക് പുറത്തും ബാൽക്കണിയിലുമെല്ലാം ചെറിയ ഒരു കൃഷിത്തോട്ടമെങ്കിലും നട്ടു വളർത്തുമെന്ന ദൃഢനിശ്ചയത്തോടെയാണ് തിരിച്ചു പോകുന്നതെന്നും വിജയൻ പിള്ള പറയുന്നു. അതായത് കാണുന്ന ഒരാള് കർഷകരായി മാറണം. ഇത് തന്നെ വലിയ ആനന്ദമാണ് ഇദ്ദേഹത്തിന്. കാഴ്ചക്കാരായി വരുന്നവർ ഏറെയും മലബാർ ഭാഗത്തു നിന്നുള്ളവരാണെന്നും ഇവർക്കാണ് കൃഷിയിൽ ഏറെ താല്പര്യമെന്നുമാണ് വിജയൻ പിള്ളയുടെ അനുഭവ സാക്ഷ്യം. അവരിതിന് കാണിക്കുന്ന അത്രയും താല്പര്യം ലോക്കൽസിന് കാണിക്കില്ല. അവരെല്ലാം മനസ്സിലാക്കി അവരാദ്യം സംഘം ചേർന്ന് വരും. അപ്പൊ ഇത് കണ്ട് പിന്നെ അവർ നമ്പർ കൊണ്ടുപോയിട്ട് രണ്ടാമത് ഒരു 2-3 ഫാമിലി ഒരുമിച്ച് വന്ന് കംപ്ലീറ്റ് മനസ്സിലാക്കിയിട്ട് ഇതിന്റെ എല്ലാം മനസ്സിലാക്കിയിട്ട് അവർ പോകും. വിജയൻ പിള്ളയുടെ ഈ തക്കാളികൾ നോക്കൂ. ഇവയ്ക്ക് 1 കിലോയോളം തൂക്കം വരും. രാസവളങ്ങൾ ചേർത്ത് വലുതാക്കിയതല്ല ഇതൊന്നുമാണ് വിസ്മയം ജനിപ്പിക്കുന്ന ഒരു വസ്തുത. രാസവളങ്ങൾ ചേർത്താൽ തക്കാളി ഒരിക്കലും ഇത്രയും വലുതാകില്ലെന്നും ഇവയ്ക്ക് ഇത്രയും രുചിയും ഗുണവും ലഭിക്കില്ലെന്നുമാണ് ഇദ്ദേഹം പറയുന്നത്. നാച്ചുറൽ വളങ്ങളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. വിജയൻ പിള്ളയുടെ കൃഷിരീതികൾ കേൾക്കണ്ടേ. മണ്ണിനകത്ത് 201 ഗ്രാം ചാണകം, 100 ഗ്രാം മുരിങ്ങയില. കാരണം മുരിങ്ങയിലയ്ക്കകത്ത് 20 ഗ്രാം അമിനോ ആസിഡ് ഉണ്ട്. മനുഷ്യന്റെ ഓരോ കോശങ്ങളെ ഉണ്ടാക്കണമെങ്കിൽ അമിനോ ആസിഡ് വേണം. ഇലകളുടെ കോശം കൊണ്ട് അമിനോ ആസിഡ് കൊണ്ടാണ്. മുരിങ്ങയിലയ്ക്കകത്ത് 20 ഗ്രാം അമിനോ ആസിഡ് ഉണ്ട്. പിന്നെ അതിനകത്ത് കാൽസ്യം ഉണ്ട്, പൊട്ടാസ്യം, എല്ലാ ചേരുവകളും മുരിങ്ങയിലയ്ക്കകത്തുണ്ട്. അതിന് ആവശ്യമില്ല. അത് ചെടി എടുത്താൽ എങ്ങനെ ഇരിക്കും? അത് 100 ഗ്രാം പച്ചിലയായിട്ട് ഈ ചാണകത്തിന്റെ കൂടെ ഇട്ട് കൊടുത്തു. അതാണ് അതിന്റെ രഹസ്യം. പിന്നീട് വളർച്ചയ്ക്ക് കൊടുക്കുന്ന അത് എക്സ്ട്രാ കൊടുക്കണമല്ലോ, സപ്ലിമെന്റ് കൂട്ടി കൊടുക്കണമല്ലേ. അത് മുരിങ്ങയില തന്നെ വെള്ളത്തിലേക്ക് അഴുകി അല്ലാതെ ഫെർമെന്റ് ചെയ്ത് ആ വെള്ളം കടിച്ച് രണ്ടാക്കുക. അത് തന്നെ ഒഴുക്കി വിടും. അത് എൻ്റെ ഒരു ടൊമാറ്റോയില് 60 സ്ക്വയർ ചെലവാണ്. ഈ തക്കാളി മുറിച്ചാൽ 1 തുള്ളി വെള്ളം പോലും പുറത്തു വരില്ലെന്നാണ് ഇദ്ദേഹം അവകാശപ്പെടുന്നത്. തക്കാളി മുറിച്ച് 1 തുള്ളി വെള്ളമെങ്കിലും ആർക്കെങ്കിലും വരുത്താൻ കഴിഞ്ഞാൽ 1 മില്യൺ ദൃഹം സമ്മാനമായി നൽകുമെന്ന് പറയുന്നു. ഇത് തമാശയല്ല, ഇദ്ദേഹം കാര്യമായി തന്നെയാണ് ഇത് പറയുന്നത്. സന്ദർശകർ അതിന് പ്രയത്നിച്ചെങ്കിലും ആർക്കും ഒരു തക്കാളി മുറിച്ച് 1 തുള്ളി വെള്ളം പോലും എത്താനായില്ലെന്നതാണ് കൗതുകം. ഒരു മില്ലിനൊക്കെ പറയാൻ അത്ര ഉറപ്പെനിക്ക് വേണം. ഇത് എങ്ങനെയും മുറിക്കാം, തിരിച്ച് മുറിച്ച് എങ്ങനെയും മുറിക്കും. അല്ലെ ഒരു തക്കാളിക്ക് ഇത്രയും വെള്ളം എടുത്താലും വെയിറ്റ് വരില്ല. ഒരു തക്കാളിയുടെ വെയിറ്റ് 700 ഗ്രാം 59 ഗ്രാം ഉണ്ട് തക്കാളിയുടെ വെയിറ്റ്. ഇതാണ് സയൻസ്. ഇത് കൊല്ലം ചവറയിൽ നിന്നെത്തിയ ആനന്ദവലി ടീച്ചർ 10 കിലോയോളം തൂക്കം വരുന്ന തക്കാളിക്കുല കയ്യിലെടുത്തപ്പോൾ ടീച്ചർക്ക് കൗതുകമേറെ. കാർഷിക സർവകലാശാലകളല്ല, കർഷകരാണ് കൃഷിനിലങ്ങൾ ഉണ്ടാക്കുന്നതെന്നും ഓരോ വിഭവങ്ങളും ആസ്വദിക്കുമ്പോഴും അതിനു പിന്നിലുള്ള കർഷകന്റെ വിയർപ്പിനെ വിസ്മരിക്കുന്നതെന്നും വിജയൻ പിള്ള ഓർമ്മിപ്പിക്കുന്നു. അതായത് കർഷകൻ എന്ന് വെച്ചാൽ അവൻ ഈ ക്രിയേഷൻ പവർ ദൈവം കൊടുക്കുന്ന പ്രകൃതിക്കാണ്. പ്രകൃതിയെ ക്രിയേറ്റ് ചെയ്യുന്ന അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികളല്ല. നമ്മൾ തിരികെ അഗ്രികൾച്ചർ എഞ്ചിനീയേഴ്സാണ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയാണ് ചെയ്യുന്നതല്ല. കർഷകനോടൊപ്പം ക്രിയേറ്റർ. ഒരു കർഷകത്തിന് നെൽമണി കിട്ടിയ അവൻ അതുകൊണ്ട് പ്രകൃതിയുടെ സഹായം 1000 നെൽമണി ഉണ്ടാകും. ഒരു കർഷകത്തിന് വെള്ളരി കിട്ടിയാൽ അവ അതുകൊണ്ട് 1000 വെള്ളരി കുരുകളും ഉണ്ടാകും പ്രകൃതിയുടെ സഹായത്തിന്. അഗ്രികൾച്ചറൊന്നും ചെയ്യത്തില്ല. അതാണ് നമുക്ക് പറ്റിയ പരാജയം. അത് പിന്നാലെ പോയാൽ നമ്മൾ പരാജയപ്പെടും. അവർ രാസവളം ഇടും, മറ്റേത് കുറച്ചിട്ട് പറയുന്നത്. അപ്പൊ ക്രിയേഷൻ പവർ ദൈവം അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രകൃതി ഏൽപ്പിച്ചിട്ട് വയ കർഷകർ. നമ്മൾ ഓരോ തവണ ആഹാരം കഴിക്കുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു സംഗതി, ഇത് നമുക്ക് വേണ്ടി ഏതൊരു കർഷകൻ ഏർപ്പെടുത്തിയ വസ്തുവാണ് നമ്മൾ കഴിക്കുന്നത്. കർഷകൻ ഉണ്ടാക്കിയ പ്രൊഡക്റ്റാണ്. രാസവളങ്ങളെ പാടെ നിഷേധിക്കുന്ന വിജയൻ പിള്ളയ്ക്ക് ഈ രംഗത്ത് ഗുരുക്കന്മാരില്ല. ഇദ്ദേഹം അവലംബിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെതായ പ്രത്യേക കൃഷിരീതിയാണ്. സ്വന്തം കൃഷിസ്ഥലത്ത് സ്വയം പരീക്ഷിച്ച് തെളിയിക്കുന്ന കൃഷിരീതി. ഇതിനുള്ള വളം ശേഖരിക്കുന്നതും പുറത്തുനിന്നല്ല, എല്ലാം ഈ നിലത്തുണ്ടാകുന്നു, അല്ലെങ്കിൽ കുടിക്കുന്നു. ഇതേക്കുറിച്ച് കാർഷിക ഗവേഷകയായ ജാസ്മിൻ അൽ റഷീദ് പറയുന്നത് ഇങ്ങനെ. തന്റെ ഫാമിലെ വിരുന്നുകളിൽ ഉച്ചവളമായി ഉപയോഗിക്കുകയും കൃഷിയുടെ ചാണകം ഓർഗാനിക് വിളകളായിട്ട് ഉപയോഗിച്ച് അദ്ദേഹം നല്ല രീതിയിലുള്ള വിളകൾ ഉണ്ടാക്കിയെടുക്കുന്നു. പ്രകൃതിയിൽ തന്നെ ഉള്ള സാധനങ്ങളുടെ റീസൈക്ലിംഗ് ആണ് ഇദ്ദേഹത്തിന്റെ ഫാമുകളുടെ പ്രത്യേകത. ഈ രീതി നമുക്ക് പരീക്ഷിക്കാവുന്നതാണ്. പക്ഷേ ഇതിനായി ഒരു നല്ല കർഷകന്റെ സമർപ്പണവും ജാഗ്രതയും എപ്പോഴും ഉണ്ടായിരിക്കുമെന്ന് മാത്രം. ഇതാ നോക്കൂ,
ആമ്പലും താമരയും പൂത്തു നിൽക്കുന്ന ഈ കുളങ്ങൾ പോലും വെറും കാഴ്ചയ്ക്കല്ല, കൃഷിക്ക് വേണ്ടിയുള്ള ഇടങ്ങളാണ്. ഇതാ ഈ കുളത്തിൽ നിറയെ മീനുകളാണ്. ഇവയെ വളർത്താനും സംരക്ഷിക്കാനും ഇദ്ദേഹത്തിന് പ്രത്യേക രീതികൾ തന്നെയുണ്ട്. ഇത് നാടകമല്ല, സ്വിറ്റ്സർലൻഡിൽ നിന്നും വന്ന പായിപ്പാണ്. ഇവൻ അല്പം കുറുമ്പ് കൂടുതലാണെന്നാണ് വിജയൻ പിള്ള പറയുന്നത്. തൊടുന്നതും തലോടുന്നതൊന്നും ഇവരൊക്കെ തോന്നുന്നു. ആ കുറുമ്പ് മുഖത്തുണ്ട്. ഇവർ പൊതുവെ ശാന്തരാണ്. പായിപ്പിന്റെ കുറുമ്പില്ല. ഇവർ പാകിസ്ഥാനികളാണത്രേ. ഇത് മുരിങ്ങാക്കായ്ത്തോട്ടം. ഈ മുരിങ്ങാക്കായ്ക്കും പ്രത്യേകതയുണ്ട്. ഒരു വീട്ടിൽ വേണ്ടി ഒരു 1.5 ഇഞ്ച് തിക്നെസ്സും വരും. ഒരു മുറിയില ഒരു 600 ഗ്രാം, 450 ഗ്രാം, 600 ഗ്രാം, 450 ഗ്രാം വരും. ഇവിടെയുള്ള കരിവണ്ടുകളെ വിജയൻ പിള്ള കേരളത്തിൽ നിന്നും കൊണ്ടുവന്നതാണ്. ഇപ്പോൾ ഇവ ഈ പച്ചക്കറി തോട്ടത്തിൽ വെറ്റി പെരുകി വിഹരിക്കുകയാണ്. ഈ കുറ്റിക്കാട്ടിലൂടെ നടക്കുന്നത് അല്പം കരുതി വേണം. ഇവിടെ പാമ്പുകളുണ്ട്. ഇതിനെയും വിജയൻ പിള്ള വളർത്തുന്നത് തന്നെയാണ്. ഒരു ഭക്ഷ്യശൃംഖല പൂർണ്ണമാകണമെങ്കിൽ അവിടെ പാമ്പുകൾ അടക്കമുള്ള ജീവജാലങ്ങളും അനിവാര്യമാണെന്നാണ് വിജയൻ പിള്ളയുടെ പക്ഷം. ഇത് രോനി, മലയാളത്തിൽ മഞ്ഞനാത്തി എന്ന് പറയും. വിജയൻ പിള്ളയ്ക്കിപ്പോൾ 68 വയസ്സായി. ഈ പ്രായത്തിലും തന്റെ ആരോഗ്യവും ഉന്മേഷവും നിലനിർത്തുന്നത് രോനിയാണെന്നാണ് ഇദ്ദേഹത്തിന്റെ പക്ഷം. ഇതിൽ സത്ത് കുടിക്കുന്നത് ഏറെ ആരോഗ്യപ്രദമാണെന്ന് വിജയൻ പിള്ള അവകാശപ്പെടുന്നു. ഇത് സിയ. ഇതിന്റെ കായ വെള്ളത്തിൽ അലിയിച്ചു കുടിച്ചാൽ എത്ര പഴക്കം ചെന്ന സമയവും പരിപൂർണമായി മാറുമെന്നാണ് ഇദ്ദേഹത്തിന്റെ പക്ഷം. ടൈപ്പ് 2 ഡയബറ്റിക് രോഗം ബാധിച്ചിരുന്ന താനിപ്പോൾ ഈ രോഗത്തിൽ നിന്നും പൂർണ്ണ മുക്തനാണെന്നും ഇതിന് കാരണം സിയയുടെ കായ് എന്നും രാവിലെ വെള്ളത്തിൽ അലിയിച്ച് കുടിക്കുന്നതാണെന്നുമാണ് ഇദ്ദേഹം പറയുന്നത്. ഇത് കരിവേപ്പില. ഈ കരിവേപ്പിലയുടെ കരുത്തിനും കാരണം മുരിങ്ങയിലയാണെന്ന് ഇദ്ദേഹം പറയുന്നു. ഓർഗാനിക് കൃഷി ആയതിനാൽ ഇതിന്റെ ഗന്ധവും എടുത്തു പറയേണ്ടതാണ്. നോക്കൂ, ഈ കായ്കൾ കണ്ടോ? ഇത്രയും കായ്കൾ മറ്റൊരു കരിവേപ്പിലയിലും കാണില്ല. ഇതും ഇദ്ദേഹത്തിന്റെ ഒരു പരീക്ഷണ വിജയമാണ്. വിജയൻ പിള്ളയുടെ തോട്ടം വിട്ടിറങ്ങുന്ന ആരും വെറും കൈയോടെ മടങ്ങുന്നില്ല. കൈനിറയെ പച്ചക്കറികളുമായാണ് ഓരോ സന്ദർശകനും ഇവിടം വിടുന്നത്. മനസ്സു നിറഞ്ഞ് കണ്ണുകൾക്ക് ആനന്ദം പകർന്ന് കൈനിറയെ പച്ചക്കറികളുമായി ഓരോ സന്ദർശകനും മടങ്ങുമ്പോൾ വിജയൻ പിള്ള എല്ലാവരെയും കൈവീശി യാത്രയാക്കുന്നു നിറഞ്ഞ സംതൃപ്തിയോടെ. വീണ്ടും കാണാമെന്ന ആശംസകളോടെ നിങ്ങൾ ഓരോരുത്തരും ഒരു കൊച്ചു തോട്ടമെങ്കിലും നട്ടു വളർത്തണമെന്ന ആത്മാർത്ഥമായ അഭ്യർത്ഥനയോടെ.